ഹലോ ഗൈസ്, നമ്മളിന്ന് സൺഡേ ആയിട്ട് നമ്മുടെ വീട് വൃത്തിയാക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, ഫുൾ അഴുക്കാണ്. നമ്മളിതെല്ലാം ക്ലീൻ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഞങ്ങളുടെ സ്പേഷ്യസ് ആയിട്ടുള്ള കുഞ്ഞ് കിച്ചൺ. ഞങ്ങളുടെ വാഷിംഗ് മെഷീനും നമ്മളിവിടെ തന്നെയാണ് വെച്ചേക്കുന്നത്. കണക്ഷൻ ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദിസ് ഈസ് അവർ ലക്കി ബാമ്പു. ഞങ്ങൾ പ്രേമിച്ചിടുന്ന കാലത്ത് അവൾ എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ്. ആൻഡ് എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണത്. ഞങ്ങളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുക്ക് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു മെസ്സാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മളിതെല്ലാം തന്നെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും. ആൾസോ ഈ റൂമിലാണ് ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കയറുന്നതും. അതാണ് എൻ്റെ ഭാര്യ അവിടെ നിന്ന് തുണി വിരിക്കുന്നു. വാഷിംഗ് മെഷീൻ ഇവിടെ ഇരിക്കുന്നു. ആ സ്റ്റാൻഡ് ഒരു പ്രത്യേകതയുണ്ട്. ആ സ്റ്റാൻഡ് ഇങ്ങോട്ട് റോൾ ചെയ്തുകൊണ്ട് വരാൻ പറ്റും. പക്ഷെ എന്നാലും എൻ്റെ ഭാര്യ ഇവിടുന്ന് തുണി അവിടെ വരെ ചുമന്നുകൊണ്ട് പോയി അത് അവിടെ വിരിക്കത്തുള്ളൂ. എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഒന്ന് രണ്ട് തവണ പറഞ്ഞു കൊടുത്തായിരുന്നു ആ സ്റ്റാൻഡ് ഇങ്ങോട്ട് നീക്കിക്കൊണ്ട് വരാൻ പറ്റും, അതിന് ടയേഴ്സ് ഉണ്ടെന്ന്. എന്നാണ് അവകാശപ്പെടുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഓരോ ടേംസ് ഒന്നുമില്ല. ഞങ്ങൾ വൃത്തിയാക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും. ക്യാമറ ഇപ്പം ഞാൻ താത്തു വെക്കുന്നതായിരിക്കും. അത് എൻ്റെ ഭാര്യനെ ഞാൻ സഹായിക്കുന്നതായിരിക്കും. കണ്ടോ, ഞാൻ ചെന്നില്ലെങ്കിൽ എന്നെ വിളിച്ച് കയറ്റിയിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഭാര്യമാരെ സഹായിക്കാറുണ്ടോ? സഹായിച്ചില്ലെങ്കിൽ ഇപ്പം തന്നെ പോയി സഹായിക്കാം. ഓൾമോസ്റ്റ് ഞങ്ങളുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. പൊന്നോനൊക്കെ തുടച്ച് ഡ്രസ്സ് ഇടിയിക്കുന്നു. ഞങ്ങൾ സ്ലാബിലുള്ള എല്ലാ പാത്രങ്ങളും ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി ഫ്ലോർ ക്ലീനിങ് ആണ് ബാക്കിയുള്ളത്. ഒരു 30 മിനിറ്റ്സിൽ എടുത്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ രണ്ടുപേരും കൂടി ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു ഇന്ന് ശരിക്കും. അങ്ങനെ ക്ലീനിങ്ങിൻ്റെ അവസാന ഭാഗമായിട്ട് ഫ്ലോർ ക്ലീനിങ് കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തൂത്തു. അപ്പം ചേട്ടൻ പറഞ്ഞു തുടയ്ക്കാമെന്ന്. അങ്ങനെ അതും കഴിഞ്ഞു. ഓൾ ഡൺ. ക്ലീനിങ് കഴിഞ്ഞുകൊണ്ട് ക്യുക്കായിട്ട് കിച്ചണൊന്ന് കാണിക്കാമെന്ന് വെച്ചു. ഈ സ്റ്റാൻഡിലാണ് ഞങ്ങൾ പ്ലേറ്റ്സ് വെക്കുന്നത്. ഓവനെ ഞങ്ങൾ പുതപ്പിച്ച് കിടത്തിയേക്കാണ്. പിന്നെ ഇവിടെ ക്യാൻ വാട്ടറാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ അത് പമ്പ് ചെയ്ത് വെള്ളം കുടിക്കാൻ വേണ്ടി ഈ ഒരു മോട്ടറുള്ള സാധനം ഞങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. സോ ഭയങ്കര ഈസിയാണ് അത് യൂസ് ചെയ്യാൻ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഒരു കിച്ചണിൽ നിന്നുള്ളൊരു വ്യൂ. രാവിലെയൊക്കെ നല്ല വെയിലൊക്കെ കൊണ്ടൊക്കെ നിന്ന് വർക്ക് ചെയ്യാം. പിന്നെ ഞങ്ങൾ ക്ലീനിങ് കഴിഞ്ഞുകൊണ്ട് ഒരു മൈസൂർ സാൻഡൽ ധൂപൊക്കെ കത്തിച്ചു. നല്ല മണമാണ്. പിന്നെ എക്സ്ട്രാ ഒരു കബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സാധനങ്ങൾ വെക്കാൻ സ്പേസ് ഇല്ല. അപ്പോൾ എല്ലാ പൊടികളും സാധനങ്ങളും എല്ലാം ഞങ്ങൾ ഒരു സൈഡിലോട്ട് ഒതുക്കി വെക്കാറാണ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീക്ക്ലി മെനു പ്ലാൻ. സോ ഇതൊരു മാഗ്നറ്റിക് ബോർഡാണ്. ഇത് ഫ്രിഡ്ജിലൊക്കെ ഒട്ടിയിരിക്കും. സോ ഈ പെൻ യൂസ് ചെയ്ത് നമുക്ക് എഴുതാനും ഒരു ടിപ്പ് കൊണ്ട് മായ്ക്കാനും പറ്റും. ഇതാണ് നമ്മുടെ മലേഷ്യ പോയപ്പോൾ നമ്മൾ വാങ്ങിച്ച ഒരു ക്യൂട്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ്. സോ ബേസിക്കലി ഇതാണ് ഞങ്ങളുടെ ചെറിയ കിച്ചൺ. ചെറുതാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ കുറച്ച് സ്പേസും ഉണ്ട്, കുറച്ച് വലുതുമാണ്. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വ്യൂ. ഞങ്ങൾക്കിങ്ങനെ റോഡൊക്കെ ഇവിടെ നിന്ന് കാണാം, ബ്ലോക്കൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത് ഇതുവഴി നോക്കിയിട്ടാണ്. ഹലോ, അപ്പോൾ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുപേരുണ്ടായത് കൊണ്ടും ചെറിയ അടുക്കളായതുകൊണ്ടും 45 മിനിറ്റ്സിനകത്ത് ഞങ്ങളുടെ ക്ലീനിങ് എല്ലാം നടത്തി. ആ കിച്ചൺ തുടച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പം ശരി, താങ്ക് യു.